ഒരിക്കൽ കൈലാസത്തിൽ മഹാദേവൻ ഇല്ലാത്ത സമയത്ത് പാർവതി ദേവി കുളിക്കാൻ ഒരുങ്ങുകയായിരുന്നു. തന്റെ കാവലിന് ആരുമില്ലെന്ന് തോന്നിയപ്പോൾ ദേവി തന്റെ ശരീരത്തിലെ ചന്ദനക്കൂട്ടുകൾ എടുത്ത് അതിമനോഹരമായ ഒരു ബാലന്റെ രൂപം ഉണ്ടാക്കി. ആ രൂപത്തിൽ അമ്മയുടെ സ്നേഹം നിറഞ്ഞ സ്പർശനം ഏറ്റപ്പോൾ അതിന് ജീവൻ ലഭിച്ചു. ദേവി ആ ബാലനെ തന്റെ മകനായി സ്വീകരിച്ചു. ദേവി ആ ബാലനോട് പറഞ്ഞു, മോനെ, അമ്മയുടെ കാവലിനായി നീ ഇവിടെ നിൽക്കണം. ഞാൻ പറയാതെ ആരെയും അകത്തേക്ക് വിടരുത്. അമ്മയുടെ വാക്ക് ശിരസ്സാവഹിച്ച ആ ബാലൻ വാതിലിൻ മുൻപിൽ കാവൽ നിന്നു. ആ സമയത്താണ് മഹാദേവൻ അവിടേക്ക് വരുന്നത്. എന്നാൽ തന്റെ അച്ഛനാണെന്ന് അറിയാത്ത ആ ബാലൻ മഹാദേവനെ തടഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ തന്നെ തടയുന്നത് കണ്ട് മഹാദേവന് അത്ഭുതവും അതേസമയം കോപവും വന്നു. മഹാദേവന്റെ ഭൂതഗണങ്ങൾ ബാലനെ എതിർക്കാൻ വന്നെങ്കിലും പാർവതിപുത്രനായ ആ ബാലൻ അവരെയെല്ലാം തോൽപ്പിച്ചു. ഒടുവിൽ കോപം അടക്കാനാവാതെ മഹാദേവൻ തന്റെ ത്രിശൂലം ഉപയോഗിച്ച് ആ ബാലന്റെ തല അറുത്തുമാറ്റി. കുളി കഴിഞ്ഞ് തിരിച്ചുവന്ന ദേവി കണ്ടത് തലേറ്റുകിടക്കുന്ന തന്റെ മകനെയാണ്. അമ്മയുടെ സ്നേഹം രൗദ്രമായി മാറി. ദേവി ആദിശക്തിയായി മാറി ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങി. എന്റെ മകനെ തിരിച്ചു തരൂ എന്ന ദേവിയുടെ കരച്ചിൽ കേട്ട് ലോകം വിറച്ചു. ദേവിയെ ശാന്തയാക്കാൻ മഹാദേവൻ തന്റെ ദൂതന്മാരെ അയച്ചു. അദ്ദേഹം പറഞ്ഞു, വടക്ക് ദിക്കിലേക്ക് തല വെച്ച് കിടക്കുന്ന, തന്റെ അമ്മയെ തിരിഞ്ഞു നോക്കി കിടക്കുന്ന ആദ്യത്തെ ജീവിയുടെ തല കൊണ്ടുവരൂ. ദൂതന്മാർ തിരഞ്ഞു ചെന്നപ്പോൾ കണ്ടത് ഒരു ആനക്കുട്ടിയെ ആയിരുന്നു. അവർ ആ ആനയുടെ തല മുറിച്ചെടുത്ത് മഹാദേവന്റെ മുൻപിൽ എത്തിച്ചു. മഹാദേവൻ ആ തല ബാലന്റെ ശരീരത്തിൽ ചേർത്തുവെച്ച് ജീവൻ നൽകി. അങ്ങനെ ഗണപതി ഭഗവാൻ ജനിച്ചു.